വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ 19 പ്രതികൾക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഉപാധികളോടെയാണല്ലോ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. നിലവിലെ ഈ കേസിലെ 20 പ്രതികളും, അതായത് മുഴുവൻ പ്രതികളും ഇപ്പോൾ ജാമ്യത്തിലല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിലവിൽ 19 പ്രതികളാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി മുൻപാകെ എത്തിയത്. ഈ 19 പ്രതികൾക്കും കോടതി കർശന ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുന്നു സിംഗിൾ ബെഞ്ച്. നേരത്തെ ഒരു പ്രതിക്ക് CBI കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതോടെ ഈ കേസിലുണ്ടായിരുന്ന 20 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തെത്തിയിരിക്കുന്നു എന്ന് പറയാം. ഇനി ഉപാധികളിലേക്ക് വരികയാണെങ്കിൽ, വയനാട് ജില്ലയിൽ ഈ കേസിന്റെ വിചാരണ കഴിയും വരെ 20 പ്രതികളും കടക്കരുത്. ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഈ 19 പ്രതികളും കടക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉപാധി. ഈ കേസ് കഴിയും വരെ സംസ്ഥാനം വിട്ട് ഈ പ്രതികൾ പോകരുത് എന്നൊരു ഉപാധി കൂടി കോടതി വെച്ചിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ സ്ഥിരം ഉപാധികളും കോടതി ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കോടതി കണക്കിലെടുത്തത് ഈ പ്രതികളുടെ പ്രായവും അതോടൊപ്പം തന്നെ ഇവർ വിദ്യാർത്ഥികളാണ് എന്നുള്ള കാര്യവുമാണ് കോടതി ഈ ജാമ്യം നൽകുന്നതിന് വേണ്ടി കണക്കിലെടുത്തത്. നേരത്തെ ഈ കേസ് ഡയറി അടക്കം കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ചിരുന്നു. പ്രതികൾ ചൂണ്ടിക്കാണിച്ച വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ 19 പ്രതികൾക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത്.